നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇടുക്കി ഡാം വ്യൂ പോയിന്റിൽ സഞ്ചാരികൾക്ക് വിലക്ക്. സുരക്ഷാ ക്രമീകരണങ്ങളില്ലാത്ത സ്ഥലത്ത് സഞ്ചാരികൾ അപകടത്തിൽപ്പെടാനുള്ള സാഹചര്യം കണക്കിലെടുത്താണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വനംവകുപ്പാണ് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയത്. ആളുകൾ വനമേഖലയിലൂടെ പ്രവേശിക്കാതിരിക്കാൻ മുളകെട്ടി വഴി അടച്ചിട്ടുണ്ട്. പൈനാവിലെ മന്ത്രപ്പാറയിൽ നിന്നുള്ള ഇടുക്കി ഡാമിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വൈറലായത്. ചെറുതോണി ഡാം, ആർച്ച് ഡാം, ഇടുക്കി മെഡിക്കൽ കോളേജ് എന്നിവ ഒറ്റ ഫ്രെയിമിൽ കാണാൻ കഴിയുന്ന സ്ഥലം എന്നതായിരുന്നു ഈ സ്ഥലത്തിന്റെ പ്രത്യേകത. എന്നാൽ വനമേഖലയിലൂടെ ഏകദേശം 1 കിലോമീറ്റർ വരെ സഞ്ചരിച്ച് വേണം ഈ പ്രദേശത്തേക്ക് എത്താൻ. ഇതൊരു ടൂറിസം മേഖല അല്ലാത്തതിനാൽ യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും മുൻകരുതലുകളുമില്ലാത്ത ഈ സ്ഥലത്ത് നൂറുകണക്കിന് സഞ്ചാരികളാണ് ദിവസവും വന്നു പോകുന്നത്. മാത്രവുമല്ല, ഈ പ്രദേശത്ത് വലിയ താഴ്ചയിലുള്ള കൊക്കയുമുണ്ട്. ഇവ കൂടി പരിഗണിച്ചുകൊണ്ടാണ് വനം വകുപ്പ് സഞ്ചാരികൾ എത്തുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മൊഴിയെടുക്കാൻ വിളിപ്പിച്ചു, ഹാജരാകാതെ OBOCയിലെ ജീവനക്കാർ. തുടർ നടപടികളിലേക്ക് കടക്കാൻ പോലീസ്. സാമ്പത്തിക തിരിമറി കേസിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാതെ ദിയാകൃഷ്ണ നടത്തുന്ന സ്ഥാപനമായ OBOCയിലെ 3 ജീവനക്കാർ മൊഴിയെടുക്കുന്നതിനായി ഇന്നലെ സ്റ്റേഷനിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് 3 പേർക്കും നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ 3 പേരും സ്റ്റേഷനിൽ എത്തുകയോ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല എന്ന് പോലീസ് പറയുന്നു. തിങ്കളാഴ്ച വീട്ടിലെത്തിയ പോലീസിന് ജീവനക്കാരികളെ കാണാൻ കഴിഞ്ഞില്ല. യുവതികൾ വീട്ടിലില്ല എന്നായിരുന്നു ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞത്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വിവരങ്ങൾ ജീവനക്കാരിൽ നിന്ന് അടിയന്തരമായി പോലീസിന് അറിയേണ്ടതുണ്ട്. അതിനിടെ ദിയാകൃഷ്ണയുടെ ഓഡിറ്ററോട് ഹാജരാകാൻ പോലീസ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പാതിരാത്രി കടകൾ കത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. പ്രദേശവാസിയായ ഒരാളാണ് കടകൾ കത്തിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. പാലക്കാട് കല്ലേക്കാട് കടകൾ കത്തിയ സംഭവത്തിലാണ് വഴിത്തിരിവുണ്ടായത്. തെക്കുമുറി വി രാധാകൃഷ്ണനെ നോർത്ത് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യക്തിവൈരാഗ്യമാണ് കടകൾ തീയിട്ടതിന് പിന്നിലെന്നാണ് പോലീസിനോട് ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി. ശനിയാഴ്ച രാത്രിയായിരുന്നു റോഡരികിലെ കടകൾ കത്തി നശിച്ചത്. രാത്രിയായതിനാൽ ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ആർക്കും അപകടമുണ്ടായില്ല. ബൈക്കിന് കുറുകെ നായ ചാടി. പിറന്നാൾ ദിനത്തിൽ പോലീസുകാരന് ദാരുണാന്ത്യം. അഞ്ചാലുമൂട് കടവൂർ മണ്ണാശ്ശേരി വീട്ടിൽ അനൂപ് വരദരാജനാണ് മരിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അനൂപിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബൈക്കിൽ ഒപ്പം യാത്ര ചെയ്തിരുന്ന സുഹൃത്തിനും പരിക്കേറ്റിട്ടുണ്ട്. കച്ചേരി ജംഗ്ഷന് സമീപത്ത് വെച്ചായിരുന്നു അപകടം സംഭവിച്ചത്. ഇന്നലെ അനൂപിന്റെ പിറന്നാൾ ആഘോഷത്തിന് ശേഷം ബൈക്കിൽ യാത്ര ചെയ്യവേ നായ കുറുകെ ചാടിയതോടെ ബൈക്ക് നിയന്ത്രണം തെറ്റി റോഡിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. ഷഹബാസ് വധക്കേസ് കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം. 6 വിദ്യാർത്ഥികൾക്കാണ് ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. 50,000 രൂപയുടെ ബോണ്ട് നൽകണം. അന്വേഷണവുമായി വിദ്യാർത്ഥികൾ സഹകരിക്കുമെന്ന് മാതാപിതാക്കൾ സത്യവാങ്മൂലം നൽകണം. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്. സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത്. രാജ്യം വിട്ടു പോകരുത്. ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളുമായി സമ്പർക്കമുണ്ടാക്കാൻ അനുവദിക്കരുത് എന്നീ ഉപാധികളോടെയാണ് കോടതി വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നിലവിൽ വിദ്യാർത്ഥികൾ ഒബ്സർവേഷൻ ഹോമിൽ തുടരുന്നത് ബാലനീതി നിയമത്തിന് എതിരാണെന്ന് നിരീക്ഷിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത്. വേദനിപ്പിക്കുന്ന തീരുമാനമെന്ന് ഷഹബാസിന്റെ അച്ഛൻ ഇക്ബാൽ പ്രതികരിച്ചു.